US മാർക്കറ്റും ചൈനീസ് മാർക്കറ്റും ഇടക്കുള്ള ഒരു റിട്ടേൺ അടുത്ത ഏകദേശം ഒരു 10-15 വർഷം ഇന്ത്യയിൽ നിന്ന് കിട്ടാനുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ്. അപ്പൊ ഇന്ത്യ ഇപ്പൊ 2005 ചൈന എവിടെയായിരുന്നോ അവിടെയാണ് ഇപ്പൊ നിലവിൽ ഇന്ത്യ ഇരിക്കുന്നത്. അപ്പൊ ആ ഒരു പൊസിഷനിൽ നമ്മൾ ഇന്ത്യ ഇരിക്കുമ്പോൾ ഈ സമയത്ത് നമുക്ക് എത്രത്തോളം മാക്സിമം തുക ഒരു ലോങ് ടേം നിക്ഷേപമായി നമുക്ക് നിക്ഷേപിക്കാൻ സാധിക്കുമോ അതിനനുസരിച്ചുള്ള ഒരു ബെനിഫിറ്റുകൾ നമുക്ക് കിട്ടാനുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ്. തൊമിച്ച് ടിപ്സ് എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിന്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങൾ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. ഇന്നത്തെ ദിവസം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഒരു രാജ്യത്തിന്റെ GDP വളർച്ചയും മ്യൂച്വൽ ഫണ്ട് തമ്മിൽ എന്താണ് ബന്ധം എന്നതിനെ കുറിച്ചാണ്. ഇപ്പൊ നോർമൽ സിറ്റുവേഷനിൽ നമുക്കൊരു സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് എന്ത് റിട്ടേൺസ് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു രാജ്യത്തും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് രണ്ട് കാര്യങ്ങളെ ബന്ധപ്പെടുത്തിയാണ് നമ്മുടെ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തിന്റെ GDP ഗ്രോത്ത്, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട് ആ രാജ്യത്തെ ഇൻഫ്ലേഷൻ, ഇത് രണ്ടും കൂടി നമുക്ക് കൂട്ടിയാൽ എന്ത് കിട്ടുമോ അതിനോടൊപ്പം തന്നെ ഒരു എക്സ്ട്രാ ഒരു മാർജിനും കൂടി കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിട്ടേൺ ആണ് നോർമൽ സിറ്റുവേഷനിൽ ആ ഒരു മാർക്കറ്റ് ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യ ഇപ്പൊ 2023 ഇപ്പൊ ഇന്ത്യൻ GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $3.73 ട്രില്യൺ ആണ്. അതാണ് ഇപ്പൊ നിലവിൽ ഇപ്പൊ 2024 ആവുന്ന സമയത്ത്, അതായത് ഈ ഒരു വർഷം ആവുന്ന സമയത്ത് ഇത് ഏകദേശം ഒരു 4.11 ട്രില്യൺ ആയിട്ട് മാറും എന്നാണ് പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ 2028 ആവുന്ന സമയത്ത് ഇന്ത്യൻ GDP ഒരു 6 ട്രില്യൺ എക്കണോമി ആയിട്ട് മാറുമെന്നും 2035 ആവുന്ന സമയത്ത് ഇന്ത്യ ഒരു 10 ട്രില്യൺ എക്കണോമി ആയിട്ട് മാറുമെന്നാണ് പല എക്കണോമിസ്റ്റുകളും പിന്നെ IMF പോലെയുള്ള പല സംഭവങ്ങളെല്ലാം പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പൊ 4.11 ട്രില്യൺ 6 ട്രില്യണിലേക്ക് ഈ 2028 ഇന്ത്യ എത്തണമെങ്കിൽ ഈ ഒരു പീരീഡിൽ ഏകദേശം ഒരു 10% വെച്ച് ഇന്ത്യൻ എക്കണോമി ഗ്രോ ചെയ്ത് കഴിഞ്ഞാലാണ് ഈ പറഞ്ഞ 6 ട്രില്യൺ എക്കണോമിയിലേക്ക് ഇന്ത്യക്ക് എത്താൻ പറ്റുള്ളൂ. ഇതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നിലവിലത്തെ ഒരു അവസ്ഥയിൽ നിന്ന് ഇപ്പൊ ഒരു 10 ട്രില്യണിലേക്ക് 2035 ഇന്ത്യക്ക് എത്തണമെങ്കിൽ ഏകദേശം ഒരു 8.5% ഇന്ത്യ ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഇന്ത്യക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ഒരു ഗ്രോത്തിന്റെ ഒരു ചാർട്ടാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ തരത്തിൽ ഇന്ത്യ വളരുമ്പോൾ നമ്മളെ സംബന്ധിച്ച് അത് നമ്മളെ എങ്ങനെയാണ് നമ്മളെ റിട്ടേൺസിനെ ബാധിക്കുന്നത് എന്നറിയണമെങ്കിൽ ഇതിനു മുമ്പ് ഇത്തരത്തിൽ വളർന്ന രാജ്യങ്ങളിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കണം. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 6 ട്രില്യൺ എക്കണോമി ആയിട്ടുള്ള രണ്ട് രാജ്യങ്ങളാണ് ഇന്ന് ഈ ലോകത്തിലുള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ USA, രണ്ട് ചൈന. ഇപ്പൊ 1978 ഇപ്പൊ USA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 ട്രില്യൺ എക്കണോമി ആയിരുന്നു. 2.5 ട്രില്യൺ എക്കണോമി ആയിരുന്നു. ഇവര് 6 ട്രില്യൺ എക്കണോമി ആയിട്ട് മാറിയത് 1990-ലാണ്. 90-ലായപ്പോൾ ഇവര് 6 ട്രില്യൺ എക്കണോമി ആയിട്ട് മാറി. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏകദേശം 12 വർഷമാണ് ഇപ്പൊ USA സംബന്ധിച്ച് അവരുടെ എക്കണോമി ഈ തരത്തില് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി എടുത്തത്. അപ്പൊ ഈ സമയത്ത് ഈ USA ഒരു GDP ഗ്രോത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 7.5% ആവറേജ് GDP ഗ്രോത്ത് ആണ് ഈ സമയത്ത് USA ഉണ്ടായത്. ഈ സമയത്ത് അതായത് ഈ 12 വർഷത്തെ ആവറേജ് റിട്ടേൺ അവരുടെ മാർക്കറ്റ് എന്ത് കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം 17% ആവറേജ് റിട്ടേൺ ആണ് ഈ 12 വർഷത്തെ കാലയളവിൽ അമേരിക്കൻ മാർക്കറ്റ് കൊടുത്തത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, GDP പ്ലസ് ഇൻഫ്ലേഷൻ പ്ലസ് ഒരു എക്സ്ട്രാ മാർജിൻ, അങ്ങനെയാണ് ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു റിട്ടേൺസ് അവിടെ ജനറേറ്റ് ചെയ്തത്. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചൈനയുടെ കാര്യം എടുക്കാം. ഇപ്പൊ ചൈനയുടെ കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 2005 ചൈന 2.5 ട്രില്യൺ എക്കണോമി ആയിരുന്നു. 2010 ആയ സമയത്ത് ചൈന 6 ട്രില്യൺ എക്കണോമി ആയിട്ട് മാറി. അതായത്
5 വർഷം കൊണ്ടാണ് ചൈനീസ് മാർക്കറ്റ് 2.5 ട്രില്യൺ 6 ട്രില്യൺ എക്കണോമി ആയിട്ട് മാറിയത്. അപ്പൊ ആവറേജ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ GDP ഗ്രോത്ത് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം 19% GDP ഗ്രോത്ത് ആണ് ഈ ഒരു പീരീഡിൽ ചൈനീസ് മാർക്കറ്റിൽ ഉണ്ടായത്. എന്നാൽ അതേ പീരീഡിൽ തന്നെ ഇപ്പൊ ചൈനയിലത്തെ ഷെയർ മാർക്കറ്റ് എന്ത് റിട്ടേൺസ് കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം 32% കോമ്പൗണ്ടിങ് റിട്ടേൺ ആണ്. 32% കോമ്പൗണ്ടിങ് റിട്ടേൺ ആണ് ചൈനീസ് മാർക്കറ്റ് ആ ഒരു പീരീഡിൽ കൊടുത്തത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ 19% പ്ലസ് ഇൻഫ്ലേഷൻ ചെറിയൊരു മാർജിൻ, അങ്ങനെയാണ് ഈ പറഞ്ഞ ഒരു റിട്ടേൺസ് ഇവിടെ ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇന്ത്യയുടെ കാര്യം എടുക്കാം. ഇപ്പൊ ഇന്ത്യയുടെ കാര്യം നമുക്ക് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പൊ 2024 ഇന്ത്യ ഇപ്പൊ 4.11 ട്രില്യൺ എക്കണോമിയാണ്. അപ്പൊ 2035 ആവുമ്പോ ഇന്ത്യ 10 ട്രില്യൺ എക്കണോമി ആയിട്ട് മാറും എന്നാണ് എല്ലാ എക്കണോമിസ്റ്റുകളും എല്ലാവരും പ്രഡിക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ 2024 to 35 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 11 വർഷമാണ് വരുന്നത്. അപ്പൊ ഈ 11 വർഷത്തെ ഒരു ആവറേജ് ഒരു 8.5% ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇപ്പൊ ഇന്ത്യൻ എക്കണോമി 10 ട്രില്യൺ എക്കണോമി ആയിട്ട് മാറുള്ളൂ. അപ്പൊ 2035 ഇന്ത്യ ഒരു 10 ട്രില്യൺ എക്കണോമി ആയിട്ട് മാറിക്കഴിഞ്ഞാൽ ഈ 8.5% പ്ലസ് ഇപ്പൊ സപ്പോസ് ഇപ്പൊ ഒരു ഇൻഫ്ലേഷൻ ഒരു 6% ആവറേജ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എത്ര 14.5 ആയി പ്ലസ് ഒരു എക്സ്ട്രാ മാർജിൻ. അപ്പൊ അങ്ങനെ നോർമൽ നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാവുന്ന ഒരു കാര്യം ഇപ്പൊ ചൈനീസ് ഇപ്പൊ അമേരിക്കൻ മാർക്കറ്റ് 17%, അമേരിക്കൻ മാർക്കറ്റ് ഗ്രോ ചെയ്തത് ഈ പീരീഡിൽ 7.5% ആണ്. അപ്പൊ അതിനേക്കാൾ കൂടുതൽ ഗ്രോത്ത് ഇന്ത്യയിൽ വരാനുള്ള പോസിബിലിറ്റീസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നോർമൽ സിറ്റുവേഷനിൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം US മാർക്കറ്റും ചൈനീസ് മാർക്കറ്റിന്റെ ഇടക്കുള്ള ഒരു റിട്ടേൺ അടുത്ത ഏകദേശം ഒരു 10-15 വർഷം ഇന്ത്യയിൽ നിന്ന് കിട്ടാനുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ്. അപ്പൊ ഇന്ത്യ ഇപ്പൊ 2005 ചൈന എവിടെയായിരുന്നോ അവിടെയാണ് ഇപ്പൊ നിലവിൽ ഇന്ത്യ ഇരിക്കുന്നത്. ഇപ്പൊ GDP കേസ് നോക്കി കഴിഞ്ഞാൽ 2004 ആണ് ഇപ്പൊ ചൈനീസ് മാർക്കറ്റ് ഈ പറഞ്ഞ പോലെ 4 ട്രില്യന്റെ അടുത്ത് എത്തിയത്. ആ ഒരു പൊസിഷനിലാണ് ഇപ്പൊ ഇന്ത്യ നിലവിലിരിക്കുന്നത്. ഇപ്പൊ ചൈനയിൽ ഏറ്റവും കൂടുതൽ വളർച്ച ഉണ്ടായ ഏകദേശം 10-15 വർഷമാണ് ഈ 2005 മുതൽ 2020 വരെയുള്ള കാലഘട്ടം. അപ്പൊ ആ ഒരു പൊസിഷനിൽ നമ്മൾ ഇന്ത്യ ഇരിക്കുമ്പോൾ ഈ സമയത്ത് നമുക്ക് എത്രത്തോളം മാക്സിമം തുക ഒരു ലോങ് ടേം നിക്ഷേപമായി നമുക്ക് നിക്ഷേപിക്കാൻ സാധിക്കുമോ അതിനനുസരിച്ചുള്ള ഒരു ബെനിഫിറ്റുകൾ നമുക്ക് കിട്ടാനുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ്. എന്തുകൊണ്ട് ഇന്ത്യയിൽ നിക്ഷേപിക്കണം എന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വെബിനാർ ഈ ഒരു മാസം ഞങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ആ വെബിനാറിന്റെ ലിങ്കും സമയമെല്ലാം ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പ് വഴിയായിരിക്കും ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. ഇതുവരെ താങ്കൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ അംഗമായിട്ടില്ലെങ്കിൽ ആ ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. ആ ഗ്രൂപ്പിൽ അംഗമാവുക. ഞങ്ങളുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം ആ ഗ്രൂപ്പ് വഴി താങ്കൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പേഴ്സണലൈസ്ഡ് സേവനങ്ങളെ കുറിച്ച് താങ്കൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ നമ്പറിൽ താങ്കൾക്ക് വാട്സാപ്പ് വഴിയോ കോൾ ചെയ്തോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത ആഴ്ച നമുക്ക് സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷങ്ങളുമായി 90 ടിപ്സ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.